വിദ്യാരംഭം നടത്താത്ത ഹിന്ദുക്കളില്ല. അഹിന്ദുക്കൾക്കല്ലേ വിദ്യാമുന്നേറ്റം? ഹിന്ദുക്കൾ അറിയാൻ, ഹിന്ദുക്കളെ അറിയാൻ. ദമ്പതികൾ തൊടാതെ പ്രാർത്ഥിച്ചാൽ കുഞ്ഞു പിറക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് വിദ്യാരംഭം ഫലിക്കാനും ജയിക്കാനും സനാതന ധർമ്മ മഹാരഹസ്യം. യു ആർ യുവർ ഗോഡ് 168. മത്സര പരീക്ഷകളിൽ ഉയർന്ന റാങ്കുകളും ഉന്നത വിദ്യാഭ്യാസവും മികച്ച ഉദ്യോഗങ്ങളും നേടുന്നത് വിദ്യാരംഭം നടത്താത്ത അഹിന്ദുക്കളാണെന്ന സത്യം ഇവിടെ വിലയിരുത്തിയാലും. യുക്തിവാദികളടക്കം സകല ഹിന്ദുക്കളും വിദ്യാരംഭം നടത്തിയിട്ടും മക്കൾക്ക് തക്ക വിദ്യാവിജയത്തിനും സൽഗതിക്കും കഴിയാത്തത് ഹിന്ദുക്കൾക്ക് വേദപരമായി തക്ക അറിവില്ലാത്തതിനാലത്രേ. കൊടുങ്ങല്ലൂരിലെ അതിപ്രശസ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി വന്ധ്യതാ നിവാരണ ആശുപത്രിയിലടക്കം അലോപ്പതി, ആയുർവേദം, ഹോമിയോ ചികിത്സകളാലും പ്രശസ്ത ക്ഷേത്ര വഴിപാടുകളാലും മുസ്ലിം ക്രിസ്ത്യൻ പള്ളി നേർച്ചകളാലും ഈ ജന്മത്തിൽ കുഞ്ഞു പിറക്കില്ലെന്ന് തീർച്ചപ്പെട്ടിരുന്ന കോഴിക്കോട്ടെ സുശീലയ്ക്ക് ഒറ്റ പ്രസവത്തിൽ 3 മക്കൾ പിറക്കാനിടയായ സനാതന ധർമ്മ മഹാരഹസ്യം തിരിച്ചറിയാനായാൽ വിദ്യാരംഭം ഫലിക്കാനും വിദ്യാവിജയത്തിനും എളുപ്പം കഴിയും. കുട്ടികൾ ഉണ്ടാവാത്തത് കൊണ്ട് അലോപ്പതി, ഹോമിയോ, ആയുർവേദ മരുന്നുകൾ കഴിച്ചു. കുറെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിപ്പിച്ചു. ഇഷ്ടംപോലെ പൈസ ചെലവായി. തൃപ്രയാർ അമ്പലത്തിൽ പോയി, മണ്ണാറശാല പോയിട്ട് ഉരുളി കമിഴ്ത്തി, പള്ളിയിലും തങ്ങളെടുത്ത് പോയി 10-20 പ്രാവശ്യം മമ്മിയൂരമ്പലത്തിലും ഗുരുവായൂരും പോയി. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അവരുടെ പരിചയത്തുള്ള സുഹർഷ എന്ന സ്ത്രീക്ക് ഗുരുവായൂർ അഗ്നിയാഗത്തിൽ പങ്കെടുത്തിട്ട് ഇരട്ടക്കുട്ടികളുണ്ടായെന്ന് ഞങ്ങൾ അറിയാണ്ടിയായി. ഞങ്ങൾ ഗുരുവായൂർ ആശ്രമത്തിൽ വരികയും രുദ്രാഗ്നിയാഗത്തിൽ പങ്കെടുക്കുകയും 3 കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്തത്. രാഹുകാല സമയത്താണ്. ശേഷം 18 മിനിറ്റോളം അഗ്നി പ്രാർത്ഥനയുമുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സുഹർഷ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിച്ചിട്ട് 2 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പൊ എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, സ്വാമി ഭഗവാനെ ഗുരുബാബ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ, എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നന്നായിട്ട് ഭഗവാൻ ഗുരുബാബ കേട്ടു, കനിഞ്ഞ് അനുഗ്രഹിച്ചു. 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ ഞങ്ങളോട് ഗുരുബാബ പൈസ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ഹൈന്ദവ മതത്തിന്റെ ഏറ്റവും കാതലായ ഗൃഹസ്ഥ ബ്രഹ്മചര്യം ദാമ്പത്യ വേഴ്ചയ്ക്ക് നിശ്ചയിച്ച ദിവസങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട കലണ്ടർ ഗുരുബാബ ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മക്കളുടെ സൽഗതിയെ ആഗ്രഹിക്കുന്ന ഏതൊരു അച്ഛന്മാരും ഗൃഹസ്ഥ ബ്രഹ്മചര്യം പാലിക്കുക തന്നെ വേണം. വിദ്യാരംഭം എവിടെ നടത്തിയാലും മക്കളുടെ ഉന്നത വിദ്യാലബ്ധിക്കായി വിദ്യാരംഭം മുതൽ മാതാപിതാക്കൾ 18 നാൾ നൈഷ്ഠിക ബ്രഹ്മചര്യവും ശേഷം മാത്രം ഗൃഹസ്ഥ ബ്രഹ്മചര്യവും തുടരണം. അഥവാ ഇതറിയാൻ വൈകിയെങ്കിൽ ഇതറിയുന്നത് മുതൽ 18 നാൾ നൈഷ്ഠിക ബ്രഹ്മചര്യവും ശേഷം ഗൃഹസ്ഥ ബ്രഹ്മചര്യവും തുടരണം. മറ്റെല്ലാ മതവേദങ്ങളെക്കാളും അത്യുജ്വലങ്ങളാണ് ഹൈന്ദവ വേദങ്ങളെന്ന് സ്ഥിരീകരിച്ചത് ഹിന്ദു വർഗീയവാദികളല്ല, അഹിന്ദുക്കളായ പാശ്ചാത്യ ഗവേഷകരത്രേ. അതായത് വേദമികവ് ഹിന്ദുക്കൾക്കാണെന്നിരിക്കെ ജീവിത മികവ് അഹിന്ദുക്കൾക്കായതിൽ നിന്നും തെളിയുന്നത് പിഴച്ചത് ഹൈന്ദവ വേദത്തിനല്ലെന്നും വേദജ്ഞർക്കാണെന്നുമല്ലേ. ചോറൂണും വിദ്യാരംഭവും വിവാഹവും ഹൈന്ദവ വേദവിധി പ്രകാരം യജ്ഞമായി നടത്തിയാൽ, പ്രതിഫലവും ദക്ഷിണയും ഇല്ലാതെ ദൈവികമായി നടത്തിയാൽ തക്ക ഫലഗതിക്ക് കഴിയും. ഒപ്പം തന്നെ സനാതനധർമ്മത്തിന്റെ ജീവിതവരെ പാദരഹസ്യമായ ഗൃഹസ്ഥ ബ്രഹ്മചര്യവും അനുഷ്ഠിച്ചാൽ വിദ്യാരംഭവും ചോറൂണും ശരിയായി ഫലിക്കും. സന്താന സൽഗതിക്കായി വിധിക്കപ്പെട്ട ദിനങ്ങളിൽ മാത്രം മൈഥുനവും, സന്താന ദോഷ നിവാരണത്തിനായി മൈഥുനം വിലക്കപ്പെട്ട ദിനങ്ങളിൽ ബ്രഹ്മചര്യവും, സന്താനലബ്ധിക്കായി ചോതി, ഉത്രാടം, രോഹിണി നക്ഷത്രങ്ങളിലെ മൈഥുനവും ഉൾപ്പെടുന്ന വേദാനുശാസനമാണ് ഗൃഹസ്ഥ ബ്രഹ്മചര്യം. ഇതത്രേ സനാതനധർമ്മത്തിന്റെ ജീവിതപര പാദരഹസ്യം. ഹിന്ദുകുലനാരായ വേരായ സനാതനധർമ്മത്തിന്റെ സമൂലമൂല രഹസ്യമായ ഗൃഹസ്ഥ ബ്രഹ്മചര്യം ഗുരുബാബ ആശ്രമ കലണ്ടറിലുണ്ട്. ഹൈന്ദവോദ്ധാരണാർത്ഥം 2025 മുതൽ കലണ്ടർ സൗജന്യമായതിനാൽ തപാലിൽ ലഭിക്കില്ല. സനാതന ധർമ്മ മഹത്വവും ഗൃഹസ്ഥ ബ്രഹ്മചര്യ രഹസ്യവും ഇതേ ചാനലിലെ 164, 165 എപ്പിസോഡുകളിലൂടെ തിരിച്ചറിഞ്ഞ ശേഷം യാത്രാ ചെലവ് 12 പേർ തുല്യമായി പങ്കിട്ട് ഒരാളെ ആശ്രമത്തിൽ അയച്ചാൽ 12 കലണ്ടർ ലഭിക്കും. വേദകാലത്തോടെ നിലച്ചിരുന്ന സനാതനധർമ്മം വേദകാല ശേഷം 5000 കൊല്ലത്തിനിടെ ആദ്യമായി ഗ്രഹിച്ചതും പുനഃസ്ഥാപിച്ചു വരുന്നതും ഗുരുബാബ മാത്രമത്രേ. ലോക പ്രശസ്തി ഭയന്ന് 1999 പുറമേ പൂട്ടിയ തപേറയിലേക്ക് ഒതുങ്ങിയ ഗുരുബാബയെ ഇനി ആർക്കും ദർശിക്കാനാകില്ല. എന്നാൽ ഭൂമിയിൽ എവിടെ ഗുരുബാബയോട് പ്രാർത്ഥിച്ചാലും ദൈവപ്രീതിയുള്ളവർക്കെല്ലാം തന്നെ ചിത്രശലഭരസ ഗന്ധാഗമനത്തിലൂടെ പ്രത്യക്ഷ ദൈവാനുഗ്രഹത്തിനും കഴിയും. അന്ത്യശരണ മന്ത്രജപത്തോടെ പാതിരയ്ക്ക് ഗുരുബാബയോട് പ്രാർത്ഥിച്ച് സ്വർണവർണ്ണ ചിത്രശലഭം പ്രത്യക്ഷപ്പെട്ടാൽ അതോടെ ഈശ്വര സാക്ഷാത്കാരത്തിന് മാത്രമല്ല തീരാ പ്രശ്നമുക്തിക്കും കഴിയും. അന്ത്യശരണ മന്ത്രം ഇതേ ചാനലിലെ 162 എപ്പിസോഡിലുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരിയിലാണ് പ്രത്യക്ഷ ദൈവവും കലിയുഗാവതാരവുമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിനുതകുന്ന യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.